കോഴിക്കോട് തിരുവമ്പാടി ITയിൽ ഗവൺമെന്റ് ITയിലാണ് SFI KSU വലിയ സംഘർഷമുണ്ടായി. IT തെരഞ്ഞെടുപ്പിൽ 6 സീറ്റിലും SFI വിജയിച്ചു. അതിന് പിന്നാലെയാണ് സംഘർഷം. ആഹ്ലാദ പ്രകടനത്തിനിടെയാണ് സംഘർഷം ഉണ്ടായത്. പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവിടെ നല്ല ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ വരികയാണ്. ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണാം. സമാധാനമായിട്ട് എന്താ ഒരു യൂണിയന്റെ ഇലക്ഷൻ നടക്കുകയായിരുന്നു. അതിനിടെ SFIക്കാരുടെ പ്രകടനം ഉണ്ടായി. അതില് SFIക്കാര് ഞങ്ങൾ UDSFിലെ വിദ്യാർത്ഥികളെ മർദ്ദിക്കുകയായിരുന്നു. അതിനിടെ പോലീസുകാർ വന്നു. പോലീസുകാരും ഞങ്ങൾ UDSFിലെ വിദ്യാർത്ഥികളെ, എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായ നബീലിനെ മർദ്ദിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായത്. അതുപോലെ തന്നെ വിവേകിനെയും അതാണ് ഉണ്ടായത്. പടക്കം പൊട്ടിച്ചപ്പോൾ ഞങ്ങൾ ITയിലെ വിദ്യാർത്ഥിയായ ഒരു കുട്ടിയുടെ കണ്ണിലാണ് പറ്റിയത്. അപ്പോൾ അവർ മൈൻഡ് ചെയ്യാണ്ട് പോയിട്ടുണ്ട്. പോലീസുകാർ ഒരാളും അതിനനുസരിച്ച് ഒരു നിലപാട് ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾക്ക് അവരെ രാത്രി കൊണ്ട് അടിക്കായിരുന്നു, കാലിനിട്ട് അടിക്കായിരുന്നു. മുസ്ലിം എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിനെ. സുജിത് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ വളഞ്ഞിട്ട് ചവിട്ടിക്കൂട്ടി അടിക്കുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം എല്ലാ മാധ്യമങ്ങളിലും വിദ്യാർത്ഥികളുടെ കയ്യിലൊക്കെ ഉണ്ട്. സുജിത് കുമാറും ഷീനയും രണ്ടാളുകളും ഈ ഡിവൈഎഫ്ഐന്റെ ആളുകൾ മാറി നിന്ന് പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച്, CPMന്റെ ആളുകൾ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് ഓൾക്ക് ഒത്താശ ചെയ്തു കൊടുത്ത് വിദ്യാർത്ഥികളെ തെരഞ്ഞു പഠിച്ച് മർദ്ദിക്കുന്ന സിറ്റുവേഷനാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതിനെതിരെയാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത്. ഈ പോലീസുകാരെ, അതിന് അക്രമത്തിന് നേതൃത്വം കൊടുത്ത പോലീസുകാരെ MSFും KSUവും വിദ്യാർത്ഥികൾ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ITI ഒന്നെങ്കിൽ ആ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യണം, അക്രമത്തിന് നേതൃത്വം കൊടുത്ത ഡിവൈഎഫ്ഐയും CPMനെതിരെ ആക്ഷൻ എടുക്കണം. അവർക്കെതിരെ കേസ് എടുക്കാതെ ഞങ്ങൾ ഒരു അടി പോലും പിന്നോട്ട് പോകില്ല. ഇത് ഇവിടം കൊണ്ട് നിൽക്കൂല. ഇവരെ ഈ അക്രമ സ്വഭാവം നിരന്തരം അഴിച്ചു വിടുന്നതിനെതിരെയുള്ള പ്രതിഷേധവുമായി UDSF മുന്നോട്ട് പോകും. രാഹുൽ KV നോക്കുമ്പോൾ, രാഹുൽ, എന്താണ് സംഭവിച്ചത്? അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണമാണ്. പോലീസ് ഇടപെട്ടതായി ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ഗൗരവമുള്ള സംഭവമായി മാറുന്നുണ്ടോ? രതീഷ്, ഇപ്പോൾ കേട്ട പ്രതികരണങ്ങൾ ഒന്ന് KSU ജില്ലാ ഭാരവാഹിയുടേതാണ്. രണ്ടാമത്തേത് ആ കോളേജിൽ തന്നെ പഠിക്കുന്ന UDSF വിദ്യാർത്ഥിയുടേത് കൂടിയാണ്, പെൺകുട്ടി. അതായത് കോളേജിൽ ഇന്ന് തെരഞ്ഞെടുപ്പായിരുന്നു. തെരഞ്ഞെടുപ്പിൽ SFIക്ക് ആധിപത്യമുള്ള കോളേജാണ്. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്തു. ആകെയുള്ള 6 സീറ്റുകളിലും SFIയുടെ സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. അതിനുശേഷം ആഹ്ലാദ പ്രകടനം നടക്കുന്ന സമയത്താണ് സ്ഥലത്തുണ്ടായിരുന്ന UDSF പ്രവർത്തകരെ മർദ്ദിച്ചു എന്നുള്ളൊരു ആരോപണം പ്രവർത്തകർ ഉന്നയിക്കുന്നത്. അതിനുശേഷം പോലീസ് സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു. പോലീസ് ഈ അടിപിടിയിൽ ഏർപ്പെട്ട വിദ്യാർത്ഥികളെ ലാത്തി വീശി ഓടിച്ചു. ആ സമയത്ത് വിദ്യാർത്ഥികളിൽ ചിലർക്ക് അടിയേൽക്കുകയും ചെയ്തു. KSU പ്രവർത്തകരെ പോലീസും ആക്രമിച്ചു എന്നുള്ള പരാതിയാണ് UDSF നേതൃത്വത്തിനുള്ളത്. അതായത് കൊട്ടിക്കലാശ ദിവസം മുതൽ തന്നെ കോളേജിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറെ ചർച്ചയായ പോറ്റിയെ കയറ്റി എന്നുള്ള ആ പാട്ട് UDSF പ്രവർത്തകർ കോളേജിൽ വെച്ചിരുന്നു. അന്ന് വിദ്യാർത്ഥികൾ തമ്മിൽ, ഇരുവിഭാഗങ്ങളും തമ്മിൽ എന്ന പാട്ടുമായി ബന്ധപ്പെട്ട തർക്കവും അതിന്റെ സംഘർഷ വിവരങ്ങളും ഒക്കെ നേരത്തെ വാർത്തയിൽ വന്നല്ലോ. അവിടെയാണോ? അപ്പോൾ ഇനി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ സുരക്ഷ ഉണ്ടായിരുന്നില്ലേ? ഇപ്പോഴെങ്ങനെയാണ് ഏകപക്ഷീയമായി KSU മാത്രം അടികിട്ടി എന്ന ആരോപണം ഉന്നയിക്കുന്നത്? അതെ, അത് തന്നെയാണ്. ആ പാട്ട് വെച്ചതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നു, SFI വിജയിച്ചു. അതിനുശേഷം SFIയുടെ സ്ഥാനാർത്ഥികളും ഒപ്പം പുറത്തു നിന്ന് വന്ന ആളുകളടക്കം ഈ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തു എന്നുള്ളൊരു പരാതിയാണ് KSU പ്രവർത്തകർക്കുള്ളത്. അങ്ങനെ ഈ ആഹ്ലാദ പ്രകടനം SFIയുടെ ഭാഗത്ത് വലിയ ആൾക്കൂട്ടം, വിദ്യാർത്ഥികളുടെ കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന KSU UDSF പ്രവർത്തകരെ മർദ്ദിച്ചു എന്നുള്ളതാണ് ഈ പ്രവർത്തകർ ആരോപിക്കുന്നത്. ഒപ്പം പോലീസ് സ്ഥലത്തേക്ക് വന്നു. ഇൻസ്പെക്ടർ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എത്തിയ പോലീസ് ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളെ ആക്രമിച്ചു. പ്രത്യേകിച്ച് KSU പ്രവർത്തകരെ അടിച്ചു എന്നുള്ള പരാതിയാണ് നേതൃത്വത്തിനുള്ളത്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി നടപടി വേണമെന്നൊരു ആവശ്യമാണ് KSU UDF ജില്ലാ നേതൃത്വം ഉന്നയിക്കുന്നത്. അതിന് പിന്നാലെ പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചു എന്നതാണ്. നേരത്തെ പോറ്റിയെ കയറ്റി എന്ന പാട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് വച്ചതുമായി ബന്ധപ്പെട്ട തർക്കമൊക്കെ ഉണ്ടായി. അക്കാര്യമൊക്കെ വലിയ വാർത്തയായി മാറിയിരുന്നു. പിന്നാലെ പോലീസ് എന്തുകൊണ്ട് വലിയ സുരക്ഷ ഏർപ്പെടുത്തിയില്ല, അല്ലെങ്കിൽ പോലീസിനെതിരെ മാത്രമായി ഇങ്ങനെ ആക്ഷേപം വരുന്നു, എന്തൊക്കെ ഒരു ചോദ്യമാകുന്നുണ്ട്. തിരുവമ്പാടി ഗവൺമെൻറ് ITയിലാണ് SFI പ്രവർത്തകർ KSUവിനെ ആക്രമിച്ചു, ഒപ്പം പോലീസും ആക്രമിച്ചു എന്നടക്കമുള്ള പരാതികൾ വരുന്നത്. KV രാഹുലാണ് ആ വിവരങ്ങൾ നൽകിയത്.